So hey guys, welcome back to my channel. Today I'm gonna change my face. I'm gonna do my everyday makeup tutorial and yeah. So first I'm gonna put the Nivea cream and I'm gonna put it all over my face, and this works as a really good moisturizer and a really nice primer because it sticks to your skin. So like ഫൗണ്ടേഷനൊക്കെ സ്റ്റിക്കായിട്ട് അതിലിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡിങ് ഇസ് വാട്ട് മാറ്റേഴ്സ് വെൻ ഇറ്റ് കംസ് ടു എവറി ഡേ മേക്കപ്പ്. ഓക്കെ. സോ അത് ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് വിടുകയാണ്. എന്തിനാണ് ഇത്ര മസാജ് ചെയ്യുന്നത് എനിക്കറിയില്ല. പറ്റിയ കഴുത്തിൽ വീഴാൻ വെക്കരുത്. അതിനുശേഷം ഞാൻ മെയ്ബ്ലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു ഒരു ഡ്രോപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരുപാട് വേണ്ട, ബിക്കോസ് ഇറ്റ്സ് എൻ എവറി ഡേ മേക്കപ്പ്. അപ്പോൾ ഞാനത് മാസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ട് അതിൽ മൂഡിയുടെ മിസ്റ്റ് ഹൈലറോണിക് ആസിഡിൻ്റെ അതിനോട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. സ്പ്രേ ചെയ്ത് ബ്രഷ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഫൗണ്ടേഷൻ എടുത്ത് ഞാൻ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യുവാണ്. ഇതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫേസിൽ ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടുക, ഒരു ഗ്ലോയി ഫിനിഷ്, ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇറ്റ് ലുക്സ് സോ മച്ച് ലൈക്ക് സ്കിൻ. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. ഞാൻ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ സീ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടുന്നുണ്ട്. ഞാൻ ലിപ്സിൽ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതാണ് കേട്ടോ പെട്ടെന്ന് മറന്നുപോയി. ഇപ്പോൾ ഇട്ടു. സോ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഫൗണ്ടേഷൻ എടുത്തിടുന്നുണ്ട്. കാരണം എൻ്റെ നെറ്റിയിലൊരു ഡിസ്കളറേഷൻ പോലെ എനിക്ക് തോന്നി. ഫൗണ്ടേഷൻ ഈവൻ പോലെ തോന്നണമല്ലോ. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ തപ്പാൻ പോയതാണ്. എവിടെ വെച്ചെന്ന് ഞാൻ തന്നെ മറന്നുപോയി. ഞാൻ കുറച്ചെടുത്ത് കയ്യിലേക്ക് കുറച്ചിട്ടു, ഇത് കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്നിട്ട് എൻ്റെ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് മാഴ്സിൻ്റെ ഞാൻ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് സോ. കണ്ണിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഡാർക്ക് സർക്കിൾസ് ആൻഡ് കൺസീലർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് എവിടെ ആയതുകൊണ്ട് നമുക്ക് അത്ര ഹെവി മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സോ ജസ്റ്റ് ഫൗണ്ടേഷൻ. കഴുത്തിലിടാൻ മറക്കരുത്, ബിക്കോസ് രണ്ട് കളർ പോലെ ഇരുന്നാൽ ദാറ്റ് ലുക്സ് റിയലി അഗ്ലി. യു ഡോണ്ട് വാണ്ട് ടു ലുക്ക് ലൈക്ക് ദാറ്റ്. സോ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദാറ്റ്സ് അവർ ബേസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഐ ഷാഡോ ആണ് ഉപയോഗിക്കുന്നത്. അഗൈൻ മാസിൻ്റെ ഡാൻസ് ഓഫ് ജോയ് എന്ന് പറയുന്നൊരു ഐഷാഡോ പാലറ്റ്. എന്നൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണിനൊരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കണ്ണ് ഭയങ്കര ഫ്ലാറ്റാണ്, ചെറിയ കണ്ണാണ്. സോ ഞാനതവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ട് ഒരു ലൈറ്റ് ക്രീം കളർ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു കണ്ണൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഐലൈനർ ഒന്നും ഉപയോഗിക്കുന്നില്ല. യൂഷ്വലി ഞാൻ എവറി ഡേ ഐലൈനർ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഈ ചീത്തയായി പോയ പൊളിഞ്ഞിരിക്കുന്ന ഒരു മെയ്ബിലിൻ്റെ ഒരു ഹൈലൈറ്ററാണ്, സ്റ്റിക്ക് ഹൈലൈറ്റർ ഉണ്ടല്ലോ, അത് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണൊന്ന് ഷൈനി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു എറ്റ്യൂഡ് ഹൗസിൻ്റെ ലിപ് ടിൻ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം ആ ലിപ് ബാം ഒന്ന് തുടച്ച് കളയാൻ മറക്കരുത്. അതിനുശേഷം അതിൻ്റെ പുറത്തായിട്ട് ഈ ഒരു ലിപ് ടിൻ്റ് ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ചീക്സിലിട്ട് കൊടുക്കുന്നുണ്ട്, മൂക്കിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലഷ്ഡ് ലുക്ക് കിട്ടും. പിന്നെ ലിപ് ടിൻ്റ് ആയതുകൊണ്ട് ഒരു നാച്ചുറൽ ലുക്കും കൂടെ കിട്ടും.
ഓ ഞാൻ മസ്കാര ഇടാൻ മറന്നുപോയി. സോ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫർഗോട്ട് അബൌട്ട് ഇറ്റ്. അവസാനം മാസിൻ്റെ കാൻഡിലേഷ്യസിൻ്റെ ഒരു ലിപ് ഗ്ലോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു എവറി ഡേ മേക്കപ്പ് ലുക്ക്. And if you guys liked it, please comment down.